ഡിയർ ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മീയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പഠിക്കുന്നത്. സിന്ധു നദീതടത്തിലെ വസ്ത്രങ്ങൾ അഥവാ പണ്ടുകാലത്ത് വസ്ത്രധാരണത്തെക്കുറിച്ച് സിന്ധു നദീതടത്തിൽ നിന്ന് ലഭ്യമായ പഴയ പ്രതിമകളിൽ നിന്നുമാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. അതിൽ കുപ്പായമണിഞ്ഞ പ്രതിമകൾ ഉണ്ടായിരുന്നു. അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണമാണ് ഈ കുപ്പായമണിഞ്ഞ പ്രതിമകളുടെ ലഭ്യതയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശേഷം നമുക്കൊരു വസ്ത്ര സംസ്കാരം തന്നെ ഉണ്ടായിരുന്നു. പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളുമാണ് പിന്നീട് നിർമ്മിച്ചിരുന്നത്. പിന്നെ നെയ്ത്തു വസ്ത്രങ്ങളുടെ ഉപയോഗം ഉണ്ടായി. വസ്ത്രനിർമ്മാണത്തിൽ മുന്നേറ്റമുണ്ടായി. കാലക്രമേണ പരുത്തിയും ചണവും നിലം ചെടികളും എന്നിവ ഉപയോഗിച്ച് നെയ്ത്ത് യന്ത്രത്തിലൂടെ പരിഷ്കരണവും ഒക്കെ ഉണ്ടായി. അപ്പം കൈകൊണ്ട് നെയ്ത് എടുക്കുന്ന വസ്ത്രങ്ങളുടെ അപര്യാപ്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനസംഖ്യ കൂടുതലല്ലേ. ഇപ്പോൾ ഒരുപാട് പേരിലേക്ക് വസ്ത്രം എത്തണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം ആദ്യമായിട്ട് ആവശ്യമായി വന്നു. അങ്ങനെ കണ്ടുപിടിച്ച ആദ്യത്തെ വസ്ത്രമാണ് ഏതാണ്? സ്പിന്നിങ് ചെന്നി. അത് കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. പിന്നീട് അതിൻ്റെ തന്നെ മോഡേൺ വേർഷനായിട്ട് ഓരോ വർഷങ്ങളിൽ അല്ലെങ്കിൽ കാലാന്തരങ്ങളിൽ ഒരുപാട് യന്ത്രങ്ങൾ വരികയും നമ്മുടെ വസ്ത്ര സംസ്കാരം തന്നെ വളരെയധികം മുന്നേറ്റം കണ്ടെത്തുകയുമാണ് ഉണ്ടായത്.